വെൽക്കം ടു യശോധ എജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ടൈം ടേബിളിലോട്ടാണ് പോകുന്നത്. അതിലെ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആ ഒരു ഫുൾ ചാപ്റ്റർ നമ്മളിന്ന് നോക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അറ്റോമിക് മോഡൽസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജെ തോംസണിൻ്റെയും റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽസ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് നീൽസ് ബോറിൻ്റെ ആണ്. സോ ആദ്യം തന്നെ ഡെവലപ്മെൻറ്റ്സ് ലീഡിങ് ടു ദി ബോർസ് മോഡൽ ഓഫ് ആറ്റം. ബോറിൻ്റെ ആറ്റം മോഡലിലോട്ടുള്ള ആ ഒരു അതിൻ്റെ ആ ഒരു ആറ്റം മോഡലിനെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്. Two developments played a major role in the formulation of Bohr's model of atom. ബോറിൻ്റെ ആറ്റം മോഡൽ ഉണ്ടാവാനായിട്ട് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ആദ്യം. ഓക്കെ, അതിനടിസ്ഥാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ദീസ് വെയർ ഒന്ന്, ഡുവൽ ക്യാരക്ടർ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, വിച്ച് മീൻസ് ദാറ്റ് റേഡിയേഷൻസ് പൊസസ് ബോത്ത് വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസ്. ഒന്നാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡുവൽ ക്യാരക്ടർ. ഓക്കെ, ഒന്നാമത്തേത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡുവൽ ക്യാരക്ടർ. ഡുവൽ എന്ന് പറഞ്ഞാൽ രണ്ട്. എന്തൊക്കെയാണ് ആ രണ്ട് ക്യാരക്ടേഴ്സ്? ഒന്ന് വേവ് ലൈക്ക് ക്യാരക്ടറും രണ്ട് പാർട്ടിക്കിൾ ലൈക്ക് ക്യാരക്ടറും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡുവൽ ക്യാരക്ടറാണ് ഒന്നാമത്തേത്. അതിൽ ഡുവൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒന്ന് വേവ് ലൈക്ക് ക്യാരക്ടറും രണ്ട് പാർട്ടിക്കിൾ ലൈക്ക് ക്യാരക്ടറും. രണ്ടാമത്തേത് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് റിഗാർഡിംഗ് അറ്റോമിക് സ്പെക്ട്ര. ഇന്ന് നമുക്കറിയാം അറ്റോമിക് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അത് ആ സമയത്ത് അറ്റോമിക് സ്പെക്ട്ര കണ്ടുപിടിച്ച് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഒക്കെ കണ്ടപ്പോൾ അതും എന്തിലോട്ട് ലീഡ് ചെയ്തു? ബോറിന് ഒരു ആറ്റം മോഡൽ കൊണ്ടുവരാനായിട്ട്, ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? മേജർ റോള് വഹിച്ചു ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഡുവൽ ക്യാരക്ടറും അതുപോലെ അറ്റോമിക് സ്പെക്ട്രയുടെയും. ഇത് രണ്ട് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഡുവൽ ക്യാരക്ടറിൽ വേവ് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുണ്ട്, പാർട്ടിക്കിൾ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുപോലെ അറ്റോമിക് സ്പെക്ട്രയുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. സോ നമുക്ക് ഈ 3 പോയിന്റ്സ് ആണ് ഇനി ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, വേവ് ക്യാരക്ടർ, പാർട്ടിക്കിൾ ക്യാരക്ടർ, പിന്നെ അറ്റോമിക് സ്പെക്ട്ര. സോ ആദ്യം വരുന്നത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ജെയിംസ് മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. വാസ് ദ ഫസ്റ്റ് ടു ഗീവ് എ കോംപ്രിഹെൻസീവ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ചാർജ്ഡ് ബോഡീസ് ആൻഡ് ദ ബിഹേവിയർ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഓൺ മാക്രോസ്കോപ്പിക് ലെവൽ. ഓക്കെ, അപ്പോൾ ചാർജുള്ള പാർട്ടിക്കിൾസിൻ്റെ, ചാർജുള്ള ബോഡീസിൻ്റെ ഇലക്ട്രിക്കലും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡുകളുമായി ഉള്ള അവരുടെ ബിഹേവിയറിനെ പറ്റി ആദ്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് ജെയിംസ് മാക്സ്വെൽ ആണ്. ഹി സജസ്റ്റഡ് ദാറ്റ് വെൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ, ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ്. അദ്ദേഹം സജസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രിക്കലി ചാർജുള്ള പാർട്ടിക്കിൾ ഒരു സർട്ടൺ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക്കലും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ്സും അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദീസ് ഫീൽഡ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോംസ് ഓഫ് വേവ്സ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഇവിടെ ഉണ്ടായത് എന്തൊക്കെയാണ്? ഇലക്ട്രിക്കലും അതുപോലെ മാഗ്നറ്റിക്കലുമായിട്ടുള്ള ഫീൽഡുകളാണ് അവിടെ ഒരു ചാർജ് പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് ഉണ്ടായത്. ഈ ഉണ്ടായ ഈ ഉണ്ടായ ഫീൽഡുകളൊക്കെ ഒരു വേവിൻ്റെ നേച്ചറിലാണ് ഉണ്ടായത്. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് വേവ്സ്. അതുകൊണ്ട് അദ്ദേഹം അതിനെ വിളിച്ചത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പോൾ ചാർജുള്ള പാർട്ടിക്കിൾസ് ഒരു സർട്ടൻ ആക്സിലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലാണ്? വേവിൻ്റെ ഫോമിലാണ്. സോ അവരെ നമുക്ക് വിളിക്കാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നത്. ഇനി Maxwell was again the first to reveal that light waves are associated with the oscillating electric and magnetic character. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ചാർജ്ഡ് ബോഡീസിൻ്റെ കാര്യത്തിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. രണ്ടാമത് ഇദ്ദേഹം തെളിയിച്ച കാര്യം ലൈറ്റ് വേവ്സ് ഇല്ലേ, ലൈറ്റിനും ഇതുപോലെ എന്തുണ്ട്? ഇലക്ട്രിക്കും മാഗ്നറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. എങ്ങനെയാണ്? ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ക്യാരക്ടർ ആർക്കുണ്ട്? ലൈറ്റ് വേവ്സ് അസോസിയേറ്റ് ചെയ്തും കാണപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞത് മാക്സ്വെൽ ആണ്.
Although electromagnetic wave motion is complex in nature, we will consider here only a few simple properties. അപ്പോൾ ചാർജുള്ള പാർട്ടിക്കിൾസിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, സോ അത് ബേസ് ചെയ്ത് അവർ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ കാര്യം പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളുടെ പ്രോപ്പർട്ടീസും കൂടി നോക്കാം. അദ്ദേഹം പറഞ്ഞ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ദ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഒന്നാമത് പറഞ്ഞത് ഈ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. രണ്ടുപേരും ഒന്നിന് മറ്റൊന്നായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോകുന്നത്. ഓൾസോ എന്തുമായിട്ടാണ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഈ വേവിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവര് നിൽക്കുന്നതെന്നാണ് പറയുന്നത്, ഇവരുടെ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അൺലൈക്ക് സൗണ്ട് വേവ്സ് ഓർ വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ടർ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡു നോട്ട് റിക്വയർ മീഡിയം ആൻഡ് ക്യാൻ മൂവ് ഇൻ വാക്യൂം. നമുക്ക് സൗണ്ട് വേവ്സ് ഒക്കെ അറിയാം, അതിന് സഞ്ചരിക്കാനായിട്ട് എന്ത് വേണം? ഒരു മീഡിയം വേണം അല്ലേ? അതുപോലെ വെള്ളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സിനും മീഡിയം വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ദെയർ മൂവ്മെൻറ്റ്. ഓക്കെ, അവർക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? വാക്യൂമിൽ മൂവ് ചെയ്യും എന്നാണ് പറയുന്നത് EM വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. മൂന്നാമത്തേത്, ഇറ്റ് ഈസ് നൗ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദെയർ ആർ മെനി ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിച്ച് ഡിഫർ ഫ്രം വൺ അനദർ ഇൻ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വന്നു, അതിനുശേഷം കണ്ടുപിടിച്ച കാര്യം സോ മെനി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെ, മെനി ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, ഇത്തരത്തിലുള്ള വേവ്സ് ഉണ്ട്. ഈ റേഡിയേഷൻസിന് ഇങ്ങനെ ഒരുപാട് റേഡിയേഷൻസ് ഉണ്ടല്ലോ, അവർക്ക് ആകെപ്പാടെ അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിനെ ലാംഡ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഫ്രീക്വൻസിനെ ന്യൂ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ വേവ് ലെങ്ത്തും അതുപോലെ ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാൽ വ്യത്യാസമായിരിക്കും. ഇങ്ങനെ കുറേ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ട്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലുമാണ്. ഇനി ഇത്തരത്തിലുള്ള ഈ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് പറയാം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഡിഫറെൻറ്റ് റീജൻസ് ഓഫ് ദ സ്പെക്ട്രം ആർ ഐഡൻറ്റിഫൈഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ഓക്കെ, ഇതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഗാമാ റേ, എക്സ് റേ, UV റേ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്സ്, ലോങ് റേഡിയോ വേവ്സ്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വിസിബിൾ സ്പെക്ട്രം ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഇതെല്ലാം ഓരോരോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഇവർക്കെല്ലാം വ്യത്യാസം വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ കാര്യത്തിലും വേവ് ലെങ്ത്തിൻ്റെ കാര്യത്തിലുമാണ് വ്യത്യാസം വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസി റീജിയൺ എന്ന് പറയുന്നത് അറൗണ്ട് 10⁻⁶ ഹെഡ്സ് ആണ്. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി എവിടെയാണ്? റേഡിയോ ഫ്രീക്വൻസി കണ്ട ഇതിനകത്താണ് വരുന്നത്. അറൗണ്ട് 10⁻⁶ ഹെഡ്സ് യൂസ്ഡ് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ്. പിന്നെ മൈക്രോവേവ് റീജിയൺ അറൗണ്ട് 10⁻⁻. മൈക്രോവേവ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 10⁻⁻ റീജിയണിലാണ് വരുന്നത്, വിച്ച് ഈസ് 10 ഹെഡ്സിലാണ് വരുന്നത്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റഡാർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവരുടെ ആപ്ലിക്കേഷനും കൂടെ കിട്ടുകയാണ്. മൈക്രോവേവ് റഡാറിൽ യൂസ് ചെയ്യുന്നതായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ റേഡിയോ വേവ്സ് ആണെങ്കിൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ആ ഒരു റീജിയൺ കൂടി പറയുന്നുണ്ട്, എത്ര ഫ്രീക്വൻസിയിലാണ്, 10⁻⁶ ഹെഡ്സും 10⁻⁻ ഹെഡ്സും. അതുപോലെ ഇൻഫ്രാറെഡ് റീജിയൻ ആണെങ്കിൽ 10⁻13 ഹെഡ്സ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ്. ഓക്കെ, ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു 12നും 14 ഇടയിലാണ് അല്ലേ വരുന്നത്. സോ അതിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് 10⁻13 ഹെഡ്സിൽ വരുന്നതാണ്, യൂസ്ഡ് ഫോർ ഹീറ്റിംഗ്. പിന്നെ അൾട്രാവയലറ്റ് റീജിയൻ ആണെങ്കിൽ 10⁻16. ഓക്കെ, അൾട്രാവയലറ്റ് എന്ന് പറയുമ്പോൾ 10⁻16 ഹെഡ്സിലാണ് വരുന്നത്. കമ്പോണൻറ്റ് ഓഫ് സൺസ് റേഡിയേഷൻ ഒന്ന് നോക്കി വയ്ക്കുക, UV. പിന്നെ വരുന്നത് അടുത്തത് ദ സ്മോൾ പോർഷൻ അറൗണ്ട് 10⁻15 ഹെഡ്സ് ഈസ് വാട്ട് ഈസ് ഓർഡിനറിലി കോൾഡ് വിസിബിൾ ലൈറ്റ്. പിന്നെ ഉള്ളത് വിസിബിൾ ലൈറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൺലി ദിസ് പാർട്ട് വിച്ച് അവർ eyes can see
ഡയറക്ട്ലി ഐസ് ക്യാൻ സീ ഓർ ഡിറ്റക്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ആകപ്പാടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ റിക്വയർഡ് ടു ഡിറ്റക്ട് നോൺ വിസിബിൾ റേഡിയേഷൻസ്. ബാക്കി എല്ലാ റേഡിയേഷൻസിനെയും ഡിറ്റക്ട് ചെയ്യുന്നത് സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ സ്പെക്ട്രത്തിലെ അംഗങ്ങളെ അല്ലെ ഓരോ മെമ്പേഴ്സിനെയും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. നോക്കിയാൽ ഇപ്പം നമ്മൾ ഇവിടെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ റേഡിയോ വേവ്സ്, പിന്നെ വരുന്നത് മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിള്, യു വി, എക്സ്റേ, ഗാമ റേസ്. ഓക്കെ, യു വി ഇത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ വരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പം ഇങ്ങോട്ട് ഈ റേഡിയോ വേവ്സിൻ്റെ ഇങ്ങോട്ട് എത്തും തോറും എന്താണ് സംഭവിക്കുന്നത്? ഈ വേവ് ലെങ്ത് ലാംഡ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ലാംഡ കൂടെയാണ് കുറയാണ് ചെയ്യുന്നത്? 10⁻⁻16 നിന്ന് ഇവിടെ എത്തിയപ്പോൾ 10⁸ ആയി, +8 ആയിട്ട് മാറി. ദാറ്റ് മീൻസ് വേവ് ലെങ്ത് കൂടുകയാണ് അല്ലേ? വേവ് ലെങ്ത് കൂടുന്നു. ഇനി ഇവിടെയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ കാര്യം, ഹെഡ്സിൽ ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇവിടെ 10⁻24 ഇങ്ങോട്ട് എത്തിയപ്പം 10⁻2 10⁻0 ഒക്കെ ഉള്ളൂ. അതായത് ഫ്രീക്വൻസി എന്ത് ചെയ്യാണ്? ഫ്രീക്വൻസി കുറയുന്നു ആണല്ലോ. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്നുവെച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഏത് ഭാഗത്താണ്, ഇടതുവശത്താണോ വലതുവശത്താണോ, സ്പെക്ട്രത്തിന്റെ ഇടതുവശത്താണോ വലതുവശത്താണോ എത്തുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നത് എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇതിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പം ഈ സൈഡിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയത്, ഗാമ, എക്സ്റേ, യു വി, അങ്ങനെയാണ് നിങ്ങൾ ഒരു ഓർഡറിൽ പഠിച്ചു തുടങ്ങിയതെങ്കിൽ ഇവിടെ എന്താണ് ഓർത്ത് വയ്ക്കേണ്ടത്? വേവ് ലെങ്ത് കുറയുന്നു. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ്, അതായത് കൂടുതൽ വേവ് ലെങ്ത് ഇവിടെ ഗാമയ്ക്ക് ഏറ്റവും കുറവ്, അങ്ങോട്ട് പോകുന്തോറും ആയിരിക്കും കൂടുതൽ. പിന്നെ മുകളിൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഗാമയ്ക്ക് ഏറ്റവും കൂടുതൽ, വലത്തോട്ട് പോകുന്തോറും കുറയുന്നു. ഇനി നമ്മൾ റേഡിയോ വേവ്സിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ റേഡിയോ വേവിൻ്റെ പ്രത്യേകത എന്താണ്? റേഡിയോ വേവ്സിന് വേവ് ലെങ്ത് കൂടുതലുമാണ്, അതുപോലെ ഫ്രീക്വൻസി കുറവുമാണ്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും ഒരു അറ്റത്തിൻ്റെത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് ഇതിൻ്റെ ഓർഡറിൽ ആ നെയിംസ് ഒന്ന് പഠിച്ചു വയ്ക്കാനാണ്. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഒരു റേഡിയോ വേവ് തൊട്ട് ഇങ്ങോട്ടാണ്. റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, വിസിബിൾ, യു വി, എക്സ്റേ, ഗാമ, ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പഠിച്ചൊരു കോഡ് എന്ന് പറയുന്നത് രമ ICUവിൽ എക്സ് ഷേപ്പുള്ള ഗോസ്റ്റിനെ കണ്ടു എന്നാണ്. ഓക്കെ, രമ ഞാൻ പഠിച്ചത് ജസ്റ്റ്, അല്ലെങ്കിൽ ഒന്ന് മറന്നു പോകൂടാ, ആ സമയത്തിന് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പഠിച്ചു വെച്ചത് രമ ICUവിൽ എക്സ് ഷേപ്പുള്ള എന്തിനെ കണ്ടു? ഒരു ഗോസ്റ്റിനെ കണ്ടു എന്നാണ്. എക്സ് ഷേപ്പുള്ള ഗോസ്റ്റിനെ കണ്ടു. ഓക്കെ, എങ്ങനെയാണ് രമ നമുക്ക് പറയാൻ പറ്റുന്നത്? ഞാൻ വലത്തുനിന്ന് ഇടത്തോട്ടാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ രമ എന്ന് പറയുമ്പോൾ എന്താണ്? രമ, RA ഫോർ റേഡിയോ വേവ്സ് ആണ് രമ എന്നുദ്ദേശിച്ചത്, രമയിലെ RA. ഇനി MA എന്നുദ്ദേശിച്ചാൽ M ആണ് നമുക്ക് വേണ്ടത്. M ഫോർ മൈക്രോവേവ്, M ഫോർ മൈക്രോവേവ്. പിന്നെ വരുന്നത് I, സിമ്പിൾ ആണല്ലേ, I ഫോർ ഇൻഫ്രാറെഡ്. പിന്നെ C എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച അല്ലേ, കാണുക. ഇതിനകത്ത് നമുക്ക് കാണുകയോ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനോ പറ്റുന്നത് ആരാണ്? വിസിബിൾ ലൈറ്റ് മാത്രമാണ് അല്ലേ. അല്ലെങ്കിൽ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് വിസിബിൾ, അങ്ങനെയും നമുക്ക് ഓർത്ത് വയ്ക്കാം, വിസിബിൾ ലൈറ്റ്. U ഫോർ എന്താണ്? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, U ഫോർ അൾട്രാ വയലറ്റ്, UV റേഡിയേഷൻ. പിന്നെ എക്സ് ഷേപ്പുള്ള ഗോസ്റ്റിനെയാണ് കണ്ടതല്ലേ, അപ്പോൾ X ഫോർ എന്താണ്? എക്സ്റേസ് ആണ്. പിന്നെ ഗോസ്റ്റിൻ്റെ G എടുക്കുക, G ഫോർ എന്താണ്? ഗാമ റേസ്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചത് നമ്മളൊരു കോഡായിട്ട് പറയുകയാണെങ്കിൽ രമ ICUവിൽ എക്സ് ഷേപ്പുള്ള ഗോസ്റ്റിനെ കണ്ടു എന്നാണ്. അപ്പോൾ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, UV ലൈറ്റ്, എക്സ്റേ, ഗാമ റേ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ വലത്തുനിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാൻ, വേവ് ലെങ്ത് കൂടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി കുറയുന്നു പഠിച്ചു വയ്ക്കാം. ഓക്കെ, കിട്ടിയല്ലോ. ഇനി
നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഓരോ ഫീച്ചേഴ്സ് അല്ലേ പറഞ്ഞുകൊണ്ട് വന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ പലതരത്തിലുള്ള യൂണിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് റേഡിയേഷൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി പ്രോപ്പർട്ടീസ് നെയിംലി ഫ്രീക്വൻസി. അവരുടെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഫ്രീക്വൻസി ന്യൂ, പിന്നെ വേവ് ലെങ്ത് ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട് ലാംഡ. ദ എസ് ഐ യൂണിറ്റ് ഫോർ ഫ്രീക്വൻസി, ഫ്രീക്വൻസിയുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ഡിനോട്ട് ചെയ്യുന്നത് HZ എന്ന് എഴുതാറുണ്ട്, S⁻⁻1 എന്നും കൊടുക്കാറുണ്ട്. ആഫ്റ്റർ ഇത് ഹെൻറിച്ച് ഹെഡ്സിൻ്റെ എന്താണ് സ്മരണാർത്ഥമാണ് ഹെഡ്സ് എന്നുള്ള സിമ്പിൾ കൊടുത്തത്. പിന്നെ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് പാസ് ഇൻ എ ഗിവൺ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. SI നമ്മുടെ ഇത് ഫ്രീക്വൻസിയുടെ ഡെഫിനിഷനായിട്ടാണ് ചോദിച്ചത്. ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് പാസ് എ ഗിവൺ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന വേവുകളുടെ നമ്പറാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത് വേവ് ലെങ്ത് ആണെങ്കിലോ ഷുഡ് ഹാവ് ദ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. വേവ് ലെങ്ത് ആണ്, ലെങ്തിൻ്റെ യൂണിറ്റ് ആണ് എടുക്കുന്നത്. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ. പിന്നെ അടുത്ത് പറയാനുള്ളത് വാക്യൂത്തിൽ കൂടി പോകാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത് EM വേവ്സ്. ഇൻ വാക്യൂം ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് റിഗാർഡ്ലെസ് ഓഫ് വേവ് ലെങ്ത് ട്രാവൽ അറ്റ് ദി സെയിം സ്പീഡ്. വാക്യൂത്തിലാണെങ്കിൽ ഇവരുടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁻, ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രാവലിംഗ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിന് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ c ആണ്. ദ ഫ്രീക്വൻസി ന്യൂവും അതുപോലെ വേവ് ലെങ്ത് ലാംഡയും പിന്നെ വെലോസിറ്റി ഓഫ് ലൈറ്റ് സീനെയും കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് തന്നെ ചോദിക്കാം. C = ന്യൂ ഇൻറ്റു ലാംഡ. C = ലാംഡ. പിന്നെ ഇവിടെ വേവ് നമ്പറിൻ്റെ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫ്രീക്വൻസിയുടെ ന്യൂ എഴുതിയിട്ട് മേലെ ഒരു ബാർ ഇടുന്നതാണ് വേവ് നമ്പർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന വേവ് ലെങ്ത്തുകളുടെ എണ്ണമാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 1/λ. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്തിൻ്റെ. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ മീറ്ററിലല്ലേ എഴുതുന്നത്. സോ 1/ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ m/-1 ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഹവർ കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഈസ് cm/-1. SI യൂണിറ്റ് m/-1, കോമൺ ആയിട്ട് cm/-1 യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത്, അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ എന്താണ് നീൽസ് ബോറിന് ഈ ഒരു ആറ്റം മോഡലിലോട്ട് ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ഈ ആറ്റത്തിൻ്റെ എന്താണ് ഇവരുടെ ഇലക്ട്രോമാഗ്നറ്റിക് ക്യാരക്ടേഴ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. വേവ് ലൈക്ക് ക്യാരക്ടറും ഡ്യുവൽ നേച്ചറാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ എന്താണ് വേവ് ലൈക്ക് ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പാർട്ടിക്കിൾ നേച്ചറിലോട്ട് പോവാം. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതിൽ വരുന്നതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. Some of the experimental phenomena such as diffraction and interference can be explained by the wave nature of electromagnetic radiation. However, following are some of the observations which could not be explained with the help of even the electromagnetic theory of 19th century physics. അപ്പം ഈ ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും ആ ഒരു എന്താണ് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നോക്കിയാൽ. ഡിഫ്രാക്ഷൻ ഈസ് ദി ബെൻഡിങ് ഓഫ് വേവ് അറൗണ്ട് ആൻ ഒബ്സ്റ്റക്കിൾ. എന്തെങ്കിലും തടസ്സം വരുമ്പോഴത്തേക്കും അതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് പോവേണ്ടിയിരുന്ന വേവ്സിന് ഉണ്ടാവുന്ന ബെൻഡിങ് ആണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ ഈസ് ദി കോമ്പിനേഷൻ ഓഫ് 2 വേവ്സ് ഓഫ് ദി സെയിം ഓർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ടു ഗീവ് എ വേവ് ഹൂസ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ഈച്ച് പോയിന്റ് ഇൻ സ്പേസ് ഈസ് ദി algebraic or vector sum of disturbances at that point resulting from each interfering wave. ഓക്കെ, ഇതാണ് ഇൻ്റർഫറൻസ്. പിന്നെ ഇതിൽ പറയുന്നത് നമ്മുടെ എന്തോന്നാണ് വേവ് നേച്ചർ പറഞ്ഞു വന്നപ്പോഴത്തേക്കും അത് വെച്ചിട്ട് നമുക്ക് ഈ ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ നേച്ചർ ഓഫ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഫ്രം ഹോട്ട് ബോഡീസ് അല്ലെങ്കിൽ അതിനെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നാണ് പറയുന്നത്. ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റുകളിൽ നിന്നുള്ള റേഡിയേഷൻ്റെ എമിഷൻ, അതിൻ്റെ നേച്ചറിനെ പറ്റി പറയാനായിട്ട് ഈ വേവ് ക്യാരക്ടർ കൊണ്ട് പറ്റിയില്ല.
രണ്ടാമത്തേത് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സർഫസ് വെൻ റേഡിയേഷൻ സ്ട്രൈക്സ് ഇറ്റ്. അത് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അതായത് ലൈറ്റ് വന്ന് അല്ലെങ്കിൽ റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ എന്ത് പറ്റുകയാണ്, ആ ഒരു സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സർഫസ്, മെറ്റൽ സർഫസിൽ നിന്നുള്ള ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷൻ കാര്യങ്ങൾ പറയാൻ വേവ് നേച്ചറിന് സാധിച്ചില്ല. മൂന്നാമത്തേത് വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. സോളിഡുകളിലെ ഹീറ്റ് കപ്പാസിറ്റിയുടെ വേരിയേഷനും പറയാൻ സാധിച്ചില്ല. പിന്നെ നാലാമത്തേത് ലൈൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഹൈഡ്രജൻ. ഈ ആറ്റംസിൻ്റെ ലൈൻ സ്പെക്ട്ര കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല, പ്രത്യേകിച്ചും ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റിയും ഐഡിയ കൊടുക്കാൻ പറ്റിയില്ല. ഇനി ഫസ്റ്റ് കോൺക്രീറ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി ഫിനോമിനൻ ഓഫ് ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഈസ് മെൻഷൻഡ് അബവ് വാസ് ഗിവൺ ബൈ മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക് ആണ് ഈ ഒരു ഹോട്ട് ബോഡി ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റിയിട്ടുള്ള എവിഡൻസ് ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് ബ്ലാക്ക് ബോഡീനെ പറ്റി അത്രയ്ക്ക് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് ആ റേഡിയേഷൻ്റെ കാര്യം ഒരു ഡെഫിനിഷൻ നോക്കി വെച്ചോ. ആൻ ഐഡിയൽ ബോഡി വിച്ച് എമിറ്റ്സ് ആൻഡ് അബ്സോർബ്സ് റേഡിയേഷൻ ഓഫ് ഓൾ ഫ്രീക്വൻസീസ് യൂണിഫോംലി ഈസ് കോൾഡ് എ ബ്ലാക്ക് ബോഡി ആൻഡ് ദ റേഡിയേഷൻ എമിറ്റഡ് ബൈ സച്ച് എ ബോഡി ഈസ് കോൾഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, ഒരു ഐഡിയൽ ബോഡി, ഓക്കെ, അങ്ങനെ ഒരു ബോഡി എക്സിസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഒരു ഐഡിയൽ ബോഡി എന്താണ്, വരുന്ന എല്ലാ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള യൂണിഫോമായിട്ട് അത്തരത്തിലുള്ള ബോഡീസിനെയാണ് ബ്ലാക്ക് ബോഡീസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് ഇതൊന്നും എന്ത് പറ്റിയില്ല, വേവ് നേച്ചറിനെ പറ്റി പറഞ്ഞപ്പോൾ ആളിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ ബ്ലാക്ക് ബോഡി കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിനി പാർട്ടിക്കിൾ നേച്ചറിലോട്ടും കൂടി പഠനം എത്തുന്നത്. അതിലോട്ട് ലീഡ് ആ ഒരു പോയിന്റിലോട്ട് കൊണ്ടെത്തിക്കുന്ന ലിങ്കാണ് കേട്ടോ ഇതൊക്കെ. അടുത്തത്, പ്ലാങ്ക് അസ്യൂംഡ് ദാറ്റ് റേഡിയേഷൻ കുഡ് ബി സബ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്ക്രീറ്റ് ചങ്ക്സ് ഓഫ് എനർജി. പ്ലാങ്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ എനർജി, നമ്മുടെ റേഡിയേഷന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജിയുടെ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹി സജസ്റ്റഡ് ദാറ്റ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് കുഡ് എമിറ്റ് ഓർ അബ്സോർബ് എനർജി ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് നോട്ട് ഇൻ എ കണ്ടിന്യൂസ് മാനർ. അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, ആറ്റംസിനും മോളിക്യൂൾസിനും ഒക്കെ എനർജീനെ അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യാനോ പറ്റുന്നത് എങ്ങനെയാണ്, ഒരു സർട്ടൻ എമൗണ്ട് അല്ലെങ്കിൽ സർട്ടൻ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് അവർക്ക് ഇത്ര ക്വാണ്ടിറ്റി അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും, ഇത്ര ക്വാണ്ടിറ്റി അവർക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്വാണ്ടൈസേഷൻ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, പ്ലാങ്ക് ആണ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഹി ഗേവ് ദ നെയിം ക്വാണ്ടം ടു ദി സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അങ്ങനെ എമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനോ പറ്റുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ആ ഒരു സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജീനെ അദ്ദേഹം നെയിം ചെയ്തത് ക്വാണ്ടം എന്നാണ് അദ്ദേഹം നെയിം ചെയ്തത്. ദ എനർജി E of a quantum radiation is proportional to the frequency nu and is explained by the equation E is equal to h nu. E is equal to h nu എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട്. പിന്നെ ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. വാല്യൂ പഠിച്ചു വയ്ക്കുക, 6.626 into 10⁻⁻34 joule second. Okay, joule second. With this theory, Planck was able to explain the distribution of intensity in the radiation from black body as a function of frequency or wavelength at different temperatures. So ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് ബ്ലാക്ക് ബോഡിയുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് എനർജി, ഒന്നിങ്ങനെ പകുതി എനർജി അങ്ങനെയൊന്നുമല്ല, ഒരു സർട്ടൻ വാല്യൂ ഉണ്ട്. 1 2 3 എന്നുള്ള നമ്മൾ ഇൻറ്റിജേഴ്സ് ഒക്കെ പോലെ ഇതിനൊരു വാല്യൂ ഉണ്ട്. അതായത് E is equal to ഒന്നുകിൽ 0 അല്ലെങ്കിൽ എച്ച് ന്യൂ അല്ലെങ്കിൽ 2h ന്യൂ അല്ലെങ്കിൽ 3h ന്യൂ അങ്ങനെ NH ന്യൂ വരെയാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇത് ഹെഡ്സ് ആണ് കൊണ്ടുവന്നത് കേട്ടോ. In 1887, H. Hertz performed a very interesting experiment in which electrons or electric current were ejected when certain metals, for example potassium, rubidium, cesium, etc., were exposed to a beam of light as shown in figure. This phenomenon is called photoelectric effect. Okay, അതായത് ചില
ചില ചില മെറ്റൽസിൽ നിന്ന് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലുള്ള മെറ്റൽസിൽ എന്ത് പറ്റുകയാണ്, ഒരു ബീം ഓഫ് ലൈറ്റ് വന്ന് വീഴുകയാണ്, അതിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആ ഒരു ഫിനോമിനനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ എന്ന് പറയുമ്പോൾ ലൈറ്റ് അല്ലേ, സോ ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് എന്താണ് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്ന, ഇജക്റ്റ് ചെയ്യുന്ന ഒരു ഇഫക്റ്റ്, ഒരു ഫിനോമിനൻ ഇദ്ദേഹം ഹെഡ്സ് കണ്ടുപിടിച്ചു. അതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്നത്. ദ ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് ദി ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ദ സർഫസ്. ഓക്കെ, സർഫസിൽ വന്ന് ലൈറ്റ്, ബീം ഓഫ് ലൈറ്റ് വന്ന് പതിച്ചപ്പോൾ തന്നെ ഇലക്ട്രോൺസ് അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്തു, റിലീസ് ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം ആൻഡ് ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ്. അവിടെ പ്രത്യേകിച്ച് ടൈം ലാഗ് ഒന്നും ഉണ്ടായില്ല. അടുത്ത് പറയുന്നത് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്. ഇക്കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്നും. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എടുത്ത് ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്നിട്ട് ഓപ്ഷൻസ് തന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, പിന്നെ നൺ ഓഫ് ദി എബവ്. സോ ആൻസർ എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ് അല്ലേ. ഇൻറ്റൻസിറ്റി കണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഇത്രയും നമ്മൾ തിയറി പാർട്ട് പഠിക്കുമ്പോൾ കിട്ടുന്നത്. സോ എന്താണ് പറഞ്ഞത്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു സർഫസിൽ, മെറ്റൽ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ നിന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നെസ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി nu zero, also known as threshold frequency, below which photoelectric effect is not observed. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ ഒരു മെറ്റലിന് വേണ്ട മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ സീറോ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. മിനിമം ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കത്തുള്ളൂ.